രാവിലെ എഴുന്നേറ്റ് ഒരു റൗണ്ട് കറങ്ങിയിട്ട് വരാം. എങ്ങും പുറത്തിറങ്ങി പോകേണ്ടി വന്നില്ല, ബാൽക്കണിയിൽ ഇരുന്നാൽ മതി. ഒരു നല്ല കിടിലൻ ആംബിയൻസിൽ ഇരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. നോക്കി മരങ്ങൾക്കിടയിൽ കൂടെ ലൈറ്റ് വീഴുന്നേ. എന്നെ സാധനം നീക്കി റോഡിൽ നിൽക്കുന്നത് ഒരു പ്ലാന്റേഷനകത്തൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസം കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആനിമൽസ് ഒക്കെ ഉണ്ട്. ഇതിനകത്ത് പെൺവേഴാമ്പൽ ഓൾറെഡി ആ പൊത്തിനകത്തുണ്ട്. കണ്ടോ ലൈറ്റിൻ്റെ പോയിന്റ് വീഴുന്നിടത്ത് കണ്ണുകൾ വന്നുണ്ട്. ഇഷ്ടം പോലെ ബേർഡ്സ് ഉണ്ട് കേട്ടോ. ഈ കോമ്പൗണ്ടിനകത്തോട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങിയാൽ മതി. ഇപ്പോൾ രാവിലെ ഇവിടുത്തെ ചേട്ടനാണ് ആ ഷോക്കിംഗ് ന്യൂസ് പറഞ്ഞത്. ഇന്നലെ കണ്ടതും കേട്ടതും അത് ടൈഗറിൻ്റെ ആയിരുന്നു കേട്ടോ. പിള്ളേർ വന്നപ്പോൾ മുതൽ ഇതിനകത്താണ് പാർക്കിംഗ് ഡിയറിൻ്റെ അലാം കോൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോഴത്തേക്കും പുലിയൊക്കെ ഉള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞത്. നമുക്ക് ചുറ്റും ബേർഡ്സിൻ്റെ സൗണ്ടാണ്. ഈ വേഴാമ്പലുകളെ തപ്പി എസ്റ്റേറ്റിനകത്തൂടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും മരത്തെ പൂത്തിരിക്കുന്ന പോലെ തന്നെയാണ്. വേണ്ടില്ലേ ആൺവേഴാമ്പൽ കൊണ്ടുപോയി തീറ്റ കൊടുക്കുന്നത്. സൂര്യൻ അസ്തമിക്കാനായി. നമുക്ക് എന്നാ രസമാണ്. അപ്പുറത്ത് ആനിമൽസൊക്കെ വന്ന് അതിനെ കണ്ടുകൊണ്ട് ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ ചാടാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡോട്ട് ഗ്രീൻ. ഇന്ന് നമ്മൾ നെല്ലിയാമ്പതിയിലാണ്. നെല്ലിയാമ്പതിയിൽ ഇങ്ങ് അകത്ത് എസ്റ്റേറ്റിനകത്തുള്ള ഒരു സ്റ്റേയിലാട്ടോ. ശരിക്കും പറഞ്ഞാൽ എസ്റ്റേറ്റ് സ്റ്റേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാൽപ്പാറയിലൊക്കെ പോലെ ഫോറസ്റ്റ് സ്റ്റേ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ചുറ്റും എന്നാ പറയണ്ടേ, വലിയ കോഫി എസ്റ്റേറ്റ്, ആൾ താമസമില്ലാത്ത സ്ഥലങ്ങളും ഒരുപാട് വൈൽഡ് ആനിമൽസും ഉള്ള ഒരു സ്ഥലം കേട്ടോ. ഇതുണ്ടോ, നമ്മൾ നെല്ലിയാമ്പതിക്ക് വരുന്ന വഴിയിൽ കണ്ടതാണ് ലൈൻ ടെയിൽഡ് മക്കാക്ക്, അല്ലെങ്കിൽ നമ്മുടെ സിംഹവാലൻ കുരങ്ങൻ. അപ്പോൾ ഇത് ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇട്ട് കൊടുത്ത ചിപ്സ് കഴിക്കുന്നതാണ്. അപ്പോൾ ദയവ് ചെയ്ത് ആനിമൽസിനെ ഫീഡ് ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള ഭക്ഷണ രീതിയൊക്കെ മാറിപ്പോവും. ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാക്കും കേട്ടോ. തന്നെയല്ല, ഇതുങ്ങളിനി ഭക്ഷണം തന്നെ കണ്ടുപിടിക്കാതെ ഇതുപോലെ മനുഷ്യർ കൊടുക്കുന്ന ഭക്ഷണത്തെ ഡിപ്പെൻഡ് ചെയ്യാനൊക്കെ തുടങ്ങും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ദയവ് ചെയ്ത് ആനിമൽസിനെ ഫീഡ് ചെയ്യരുത്. അത് നിങ്ങൾക്ക് ചെയ്യുന്ന ഉപദ്രവമാണ്, ഉപകാരമല്ല കേട്ടോ. അപ്പോൾ ഞാനിത് കൊടുത്ത ആളോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനിയും നിങ്ങൾ പോകുമ്പോഴാണെങ്കിലും ആരെങ്കിലുമൊക്കെ ചെയ്യുന്നത് കണ്ട് അവരെ പിന്തിരിപ്പിക്കുക, നിങ്ങൾ സ്വന്തം ചെയ്യുകയും ചെയ്യരുത് കേട്ടോ. ഇത് തന്നെയല്ല, ഇത് കുറ്റകരമാണ്. ആനിമൽസിനെ ഫീഡ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പിഴ ഈടാക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ നെല്ലിയാമ്പതിയിൽ നിന്ന് ഇവർ നമുക്ക് റൂട്ടൊക്കെ ഇട്ട് തരും കേട്ടോ അകത്തേക്ക്. നമ്മൾ തന്നെ വന്നാൽ വഴി തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവർ തരുന്ന ആ മാപ്പ് ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ കറക്റ്റിങ് എത്താം. നേരെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവരുടെ പ്ലാന്റേഷൻ അതോട്ടാണ് കയറുന്നത്. ഇത് നമ്മൾ ഉച്ചയായപ്പോഴത്തേക്കും സ്ഥലത്തെത്തി ചെക്ക് ഇൻ ചെയ്തേ. ഉണ്ടോ, ഒരു നല്ല കിടിലൻ ആംബിയൻസിലിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ചുറ്റും മരങ്ങളും എസ്റ്റേറ്റാണ്. ഓക്കെ, ഒരു കിടിലൻ സ്ഥലം. നമ്മൾ നേരെ റൂമിലോട്ട് പോവാണ്. ആ കാണുന്നതാണ് നമ്മുടെ റൂം കേട്ടോ. ഈ അത്യാവശ്യം നീറ്റായിട്ടുള്ള റൂം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കിടിലൻ ബാൽക്കണി. ഈ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ. ആ കാണുന്നതാണ് സ്വിമ്മിംഗ് പൂൾ. നേരെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഈ 3 റൂം അല്ല, ഈ ഒരു വില്ലയ്ക്ക് വേണ്ടിയിട്ടാട്ടോ സ്വിമ്മിംഗ് പൂൾ ഉള്ളത്. അങ്ങ് താഴെ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാം. ശരിക്കും നല്ല കട്ട കാടിൻ്റെ ആംബിയൻസിലൊരു സ്റ്റേ. കാട് തന്നെയാണ്, ആനിമൽസൊക്കെ ഇതിനകത്തുണ്ട്. ആ ഫ്രണ്ടിലൊക്കെ കാട്ടുകൂത്തുകളൊക്കെ വരുമെന്നാണ് അവർ പറഞ്ഞത്. വരുമോ നോക്കാം. ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് ഇതേ പുറത്ത് കാടിൻ്റെ വ്യൂവും കണ്ടോട്ടോ കേട്ടോ. ഈ കർട്ടനങ്ങ് മാറ്റിയിട്ടിരുന്നാൽ മതി. കിടിലും ഇതുണ്ടോ, ആ പ്ലാന്റേഷനകത്ത് ഫ്രണ്ടിൽ നമ്മുടെ സ്റ്റേയുടെ തൊട്ട് ഫ്രണ്ടിലായിട്ടൊരു കേഴ നിൽക്കുന്നുണ്ടോ കാപ്പിത്തോട്ടത്തിനകത്ത്. നമുക്കിവിടെ നിന്നുകൊണ്ട് കേഴയെ കാണാം കേട്ടോ. എങ്ങും പുറത്തിറങ്ങി പോകേണ്ടി വന്നില്ല, ബാൽക്കണിയിൽ ഇരുന്നാൽ മതി. കുഞ്ഞി ആ കാണുന്നതാണ് കേട്ടോ കേഴ. നമ്മുടെ ബാർക്കിംഗ് ഡിയർ എന്ന് പറയും കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ അവിടെ കാട്ടുപോത്തൊക്കെ വരുമെന്നാണ് പറഞ്ഞത്. നമുക്ക് കാണാം, വന്നാൽ ഇവിടെ ഇരുന്ന് കാണാം. ഇതാട്ടോ ഇവിടുത്തെ പൂള്. കാര്യം ചെറിയ പൂളാണ്, പക്ഷേ അത്യാവശ്യം ആഴമൊക്കെ ഉണ്ട്. ഇതേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വില്ലയോട് ചേർന്നിട്ടാണ്. ഈ വില്ലയിൽ താമസിക്കുന്നവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെ പ്രത്യേകം ഉള്ളൊരു പൂളാണ്. നമ്മൾ ഇവിടെ വന്ന് ചെക്കിനൊക്കെ ചെയ്തൊന്ന് സെറ്റായ ശേഷം ഇവരുടെ പ്ലാന്റേഷൻ അതോടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അത്യാവശ്യം വൈൽഡ് ലൈഫ് പ്രസൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഓൾറെഡി കേഴയെ ഫ്രണ്ടിൽ കണ്ടു. കുറച്ച് മയിലുകളൊക്കെ നടപ്പുണ്ട്. ഇഷ്ടംപോലെ ബേർഡ്സ് ഉണ്ട്. നോക്കാം വല്ലത്തിനും കിട്ടുമെന്ന്. ഇവിടെ 2 ബേർഡ്സ് ഇരിക്കുന്നു, നോക്കട്ടെ. പിള്ളേരൊക്കെ പൂളിലോട്ട് ഇറങ്ങിയ സമയം നോക്കിയിട്ട് ഞാൻ മുകളിലോട്ട് കയറി വന്നതാണേ. ഇവിടെയാണ് മുന്നേ ആ കേഴയെ കണ്ടത്. നമ്മൾ ഈ പ്ലാന്റേഷനകത്തൂടെ ഒന്ന് ഇറങ്ങിയതാണ്. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്ന മയിലും അങ്ങനെ ചെറിയ ആനിമൽസൊക്കെ ഉണ്ട്. നേരം വൈകുമ്പോഴത്തേക്കും മെല്ലെ മെല്ലെ ഓരോന്ന് ഇറങ്ങി തുടങ്ങുമെന്ന് വിചാരിക്കാം. ഉണ്ട് ഈ ഫ്രണ്ടിൽ കാണുന്നത് ഇവിടുത്തെ റെസ്റ്റോറൻ്റാണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ താഴേക്ക് ആ ഭാഗത്തേക്ക് മാറിയിട്ടൊരു സ്റ്റേ ഉണ്ട്.
അതുപോലെ തന്നെ വുഡ്സ് വില്ല എന്ന് പറയുന്ന സ്റ്റേ ഈ കാണുന്നതാണ്. ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. അതിൻ്റെ ചേർന്ന് പൂളുണ്ട്. അതിൻ്റെ താഴെ പുറകുവശത്ത് അവിടെയായിട്ട് വേറൊരു സ്റ്റേയും കൂടെ ഉണ്ട്. ആ സ്റ്റേയിൽ ഈ പറഞ്ഞ പോലെ അതും പൂൾ വില്ല തന്നെയാണ്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അതിലേ ഇറങ്ങി നടക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ അത്രയും സ്റ്റേകളാണ് ആക്ച്വലി ഈ കൈലാസ് എസ്റ്റേറ്റിൽ ഇവിടെ ഉള്ളത്. ഇത് ഇത്ര നേരം ഒരെണ്ണമല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അത് അവിടെ അനങ്ങാതെ കിടക്കുകയൊക്കെ ആയിരുന്നു. വലിയ ആക്റ്റീവൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ അതിൻ്റെ കൂട്ടും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ, ജോഡിയും കൂടെ വന്നിട്ടുണ്ട്. എനിക്ക് മെയിലും ഫീമെയിലുമാണ്. കൊമ്പുള്ളത് മെയിലും മറ്റേത് ഫീമെയിലും കേട്ടോ. അപ്പം രണ്ടാമത്തേക്കും കൂടെ വന്നപ്പോഴത്തേക്കാണ് ആൾ ആക്റ്റീവായത്. അപ്പോൾ ഇത്ര നേരം വിഷമിച്ച് കിടന്നിരുന്നത് കൂട്ടിനെ കാണാഞ്ഞിട്ടായിരുന്നു തോന്നുന്നു. എനിക്ക് ഇത്ര അടുത്താണ് കിഴകൾ നിൽക്കുന്നത്. ഇതുണ്ടോ, ആ ഇടയ്ക്ക് നിൽക്കുന്നുണ്ട് രണ്ടെണ്ണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാലും മനുഷ്യരെ കണ്ട് പരിചയമുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. എന്നെ കണ്ടിട്ടും അല്ലെ നമ്മുടെ സൗണ്ടൊക്കെ കേട്ടിട്ടും അത് ഓടാതെ ഇവിടെ നിൽക്കുന്നതേ സ്ഥിരം വരുന്നതും ആൾക്കാരെ പരിചയമുള്ളതും ആയതുകൊണ്ടായിരിക്കണം. ഇവിടെ നിന്ന് 2 ബാർക്കിംഗ് ഡിയറിനെ കാണാനില്ല കേട്ടോ. അത് അങ്ങോട്ട് മാറിപ്പോയി. ഇപ്പോൾ അവിടുന്ന് അലാം കോൾ കേൾക്കുന്നുണ്ട് നിങ്ങളുടെ. ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം കേട്ടോ. പിള്ളേര് വന്നപ്പോൾ മുതൽ ഇതിനകത്താണ്. നല്ല മാരക ആംബിയൻസിലുള്ള സ്ഥലമാണ്. എനിക്ക് ചുറ്റും മരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസൽ ഫോറസ്റ്റ് പോലെ തന്നെയാണ്. പ്ലാന്റേഷൻ ആണെങ്കിലും ഇതുണ്ടോ, പിന്നെ നടുക്ക് അവരുടെ റെസ്റ്റോറൻറ്റ്, അതുപോലെ ചെറിയൊരു പ്ലേ ഏരിയയും കാര്യങ്ങളും, പിന്നെ ചുറ്റും കിളികളും അതുപോലെ അനിമൽസിൻ്റെ ഒക്കെ സൗണ്ടും. അവിടുന്ന് ബാർക്കിംഗ് ഡിയറിൻ്റെ അലാം കോൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോഴത്തേക്കും പുലിയൊക്കെ ഉള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ വല്ലതും കണ്ടിട്ടുണ്ടാവും. ചായ ഒന്ന് കുടിച്ചിട്ട് അല്ലേ ഈ ഇതിലേക്ക് ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ ഞാൻ ഇരിക്കുന്നത്. ബേർഡ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ കുറേ ഒന്ന് ശ്രമിച്ചു നോക്കി, പക്ഷെ ഒന്നിനെയും കിട്ടുന്നില്ല. കാണാനൊക്കെ പറ്റുന്നുണ്ട്. ക്യാമറ എടുത്ത് വരുമ്പോഴത്തേക്കും സ്ഥലം വിടുകയാണ്. ഇതുണ്ടോ, ഫെയറി ബ്ലൂ ബേർഡ്. മലയാളത്തിൽ ലളിതക്കാക്കാന്ന് പറഞ്ഞൊരു പക്ഷിയാണേ. ഒരെണ്ണമല്ല 2 ഉണ്ട് അതിനകത്ത്. ഇവിടെ ഈ മരത്തിൽ ഇഷ്ടം പോലെ ബേർഡ്സ് ഉണ്ട് കേട്ടോ. ഈ കോമ്പൗണ്ടിനകത്തോട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങിയാൽ മതി, ഒരുപാട് ബേർഡ്സിനെ കിട്ടും. സമയം ഏകദേശം 5 മണിയായിട്ടുണ്ടേ. നമുക്ക് ചായ പറഞ്ഞിട്ടുണ്ട്. ഈ ചായയും പരിപ്പൊടിയും. അപ്പോൾ അവിടെ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് കഴിക്കാം. ഞാൻ പറഞ്ഞു പുറത്തോട്ടിരുന്ന് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് കഴിക്കാമല്ലോ. എന്താ കാ വീഴുന്നുണ്ടല്ലോ അതിൻ്റെ, എല്ലാം കടിച്ചു നിന്നിട്ട് ഇടുന്നതാണോ? ഈ മരത്തേന്ന് എന്തൊക്കെയോ കാ വീഴുന്നുണ്ട്. ഇത് അവരവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. ഞാൻ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് നല്ല ഇതിലൊന്ന് നടന്നിട്ട് വരാം. എസ്റ്റേറ്റിനകത്തൂടെ പോയി നോക്കാം. ഇതേ ഫ്രണ്ടിൽ നമ്മുടെ അവിടെ സ്റ്റേയുടെ ഇവിടെ ഇങ്ങോട്ടേക്ക് നടന്നു വരുമ്പോഴത്തേക്കും ഇവരുടെ ഞാൻ പറഞ്ഞില്ലായിരുന്നു വേറെ 2 റൂം ഇങ്ങോട്ട് മാറിയിട്ടുണ്ടെന്ന്. ഇതിവിടെ കേട്ടോ, ഇതിനകത്താണ്. ഇതിലും നല്ലത് നമ്മുടെ അപ്പുറത്തെ റൂമാണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. ഇവിടെ ഇതൊരു കിടിലൻ സ്റ്റേ പണി നടന്നുകൊണ്ടിരിപ്പുണ്ട്. അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഓപ്പൺ ആവുമെന്ന് പറഞ്ഞു. എനിക്ക് ഒരു A-frame മോഡൽ ഒരു 3 നിലയൊക്കെ ആയിട്ട് ഡ്രസ്സുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോയാൽ കാടാണെന്ന് തോന്നുന്നു. പുറകിൽ വേറൊരു സ്റ്റേ കാണുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ വന്യ. ഇത് ഞാൻ കയറിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോൾ ബോർഡൊക്കെ കണ്ടില്ലായിരുന്നില്ല, വന്യ എന്ന് പറഞ്ഞൊരു റിസോർട്ട്. അതാണ് ആ കാണുന്നത്. അപ്പോൾ വന്യ എന്ന് പറഞ്ഞ റിസോർട്ടിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഈ കൈലാസ്. നമുക്ക് ആ തെളിഞ്ഞ് റോഡ് പോലെ കാണുന്ന സ്ഥലത്തൊരു കാട്ടുകോഴി നിൽക്കുന്നുണ്ടോ. ഇവിടെ തൊട്ട് ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിൽ ചെറിയ വേലി കെട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കതുകൊണ്ട് ഇതിൽ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. എനിക്ക് തോട്ടത്തിനകത്തൂടെ ലൈറ്റ് വീണ് കിടക്കുന്നത്. സമയം 5 മണിയായി കേട്ടോ, ഈവനിങ് ലൈറ്റ്. അപ്പം ഈ ഒരു പ്ലാന്റേഷനകത്തൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസം കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആനിമൽസൊക്കെ ഉണ്ട്. ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് കേട്ടോ. വൈകിട്ട് എസ്റ്റേറ്റിനകത്തൂടെ നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പോ കിടുക്കാം, ഒന്നും പറയാനില്ല. പിന്നെ അകത്തൂടെ എന്തെങ്കിലുമൊക്കെ ആനിമൽസിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു ബോണസായിട്ട് കരുതിയാൽ മതി.
അന്യായ ആംബിയൻസാണ്. ഇവിടുത്തെ സ്റ്റേയും രസം കേട്ടോ. എനിക്കൊന്ന് കുട്ടികളുകൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവരും എൻജോയ് ചെയ്യും. കാരണം ട്രാമ്പലിനും പൂളും അതുപോലെ ഓടി കളിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലവും. കുട്ടിപ്പട്ടാളത്തിൻ്റെ ഒച്ചയൊന്നും കേൾക്കുന്നില്ല. എനിക്ക് തോന്നുന്നു പൂളിൽ ചാടാൻ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പോയി നോക്കാം. ഞാൻ ജസ്റ്റ് ഇതിലേക്ക് ഒരു റൗണ്ട് നടന്ന് തിരിച്ച് വന്നതാണ്. ലൈറ്റ് പോകുന്നതിന് മുന്നേ വണ്ടി എടുത്തുകൊണ്ട് താഴെ കൂടെയൊക്കെ ഒന്ന് കറങ്ങിച്ചും വരാം. ഞാൻ പറഞ്ഞില്ല എല്ലാവരും പൂളിലായിരിക്കുന്നു. അതാണ് ഒച്ചയും ബഹളമൊന്നും കേൾക്കാതിരുന്നേ. ഇതേ പൂളിൽ ചാടാൻ പോകുന്നുള്ളൂ. പിള്ളേർ പ്രതീക്ഷിച്ചതിനേക്കാട്ടിലും കുറച്ച് ആഴം കൂടുതൽ. അതുകൊണ്ട് ട്യൂബൊക്കെ വീർപ്പിച്ചിട്ട് ചാടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു. ഇത് ഞാൻ വൈകിട്ടായപ്പോഴത്തേക്കും വണ്ടി എടുത്ത് മെല്ലെ തേയിലത്തോട്ടത്തിൽ കൂടെ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണേ. പോകുന്ന വഴിക്കൊക്കെ വല്ലതും കിട്ടുമോ നോക്കാമല്ലോ. സന്ധ്യ സമയത്ത് തേയിലത്തോട്ടത്തിനകത്തോടെ വല്ലതും ഇറങ്ങി വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മെല്ലെ ഒന്ന് ഇറങ്ങിയതാണ്. നമുക്ക് പോകുന്ന വഴിയിൽ കണ്ടാണ് ഒരു കിടിലൻ സ്ഥലം. ഇഷ്ടം പോലെ ബേഡ്സിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നോക്കാം എല്ലാത്തിനും ഞാൻ കാണാൻ പറ്റുമോ നോക്കാവേ. എനിക്ക് കാണാനൊന്നും കിട്ടുന്നില്ല. പക്ഷേ എനിക്കൊരു ചെറിയ തോടും അപ്പുറ സൈഡിൽ കാടൊക്കെ ആയിട്ട് ഒരു അടിപൊളി സ്ഥലം. നമ്മൾ മെല്ലെ തേയിലത്തോട്ടങ്ങളൊക്കെ സ്കാൻ ചെയ്ത് ഇങ്ങനെ പോരുവാണേ. ഈ സൂര്യൻ അസ്തമിക്കാനായി. നമുക്ക് എന്നാ രസമാണ്. ഇപ്പോൾ തന്നെ വെട്ടമൊക്കെ പോകും. അതിന് മുന്നേ ഓടിപ്പോയി ഒരു റൗണ്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് കറങ്ങി വല്ലതും കിട്ടുമെന്നൊന്ന് നോക്കാം. ഞാൻ തേയിലത്തോട്ടമൊക്കെ സ്കാൻ ചെയ്ത് വരുന്നത്, പക്ഷേ ഇതുവരെ ഒന്നും കണ്ടില്ല. ഏതായാലും ലൈറ്റ് പോകുന്നതിന് മുന്നേ ബാക്കിയുള്ള സമയം കൂടെ നമുക്കൊന്ന് നോക്കിയേക്കാം. അതിലേക്ക് ഒരു റൗണ്ട് കറങ്ങി കാര്യമായി ഒന്നും തടഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് നേരം വൈകിയല്ലോ. വണ്ടിയുടെ ഫ്രണ്ടിലോ വല്ലതും ഒക്കെ കിട്ടുമെന്ന് നോക്കാം. സാധാരണ ഇതിലേ ഇറങ്ങിക്കഴിഞ്ഞാൽ കാട്ടുപോത്തുകളെയൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. ഇന്ന് ഒന്നിനെയും കണ്ടില്ല. ഇനി വല്ല ടൈഗറിൻ്റെയൊക്കെ പ്രസൻസ് ഉണ്ടോയെന്ന് അറിയത്തില്ല. ഇത് ലൈറ്റ് ശരിക്കും പോയി. ഇതുണ്ടോ, വളരെ വിജനമായിട്ടുള്ളൊരു ഏരിയയാണ്. ഇങ്ങനെ വിശാലമായി കിടക്കുന്ന തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വല്ല കരടിയോ പുലിയോ ഒക്കെ ഉണ്ടോ എന്ന് തപ്പി നമ്മൾ ഇറങ്ങിയതാണ്. ഒന്നിനെയും കിട്ടിയിട്ടില്ല. ഇപ്പോഴും നോക്കിയാണ് പോകുന്നത് കേട്ടോ. എല്ലാം കിട്ടുമെന്ന്. പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് നല്ല ഇരുട്ടായേ. എന്നാ ശാന്തതയാന്ന് നോക്കി. ചെറിയ കാടിൻ്റെ ഒരു സൗണ്ട് അല്ലാതെ വേറെ ഒരു സൗണ്ടും ഇല്ല കേട്ടോ. നമുക്ക് മെല്ലെ റൂമിലോട്ട് പോയി നോക്കാം. പിള്ളേരുടെ അനക്കൊന്നും കേൾക്കുന്നില്ല. ഉറങ്ങിയാവാം പൂളിലൊക്കെ ചാടിയിട്ട്. അങ്ങനെ നമ്മളൊരു കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇനിയിപ്പോൾ നേരെ ഇരുട്ടിയില്ല, വീട്ടിൽ കയറാം. ഇനി രാവിലെ നമുക്ക് നേരം വെളുത്ത് വരുന്ന സമയത്ത് വേറൊരു കറങ്ങാം. പറ്റുമെങ്കിൽ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് നൈറ്റ് നോക്കട്ടെ. ഇതിലെ പോകാൻ സേഫ് ആണെങ്കിൽ കുഴപ്പമില്ല, ഇവിടുന്ന് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഏരിയ ആണെങ്കിൽ അവരോട് ചോദിച്ചിട്ട് നൈറ്റ് ഡിന്നർ കഴിഞ്ഞിട്ട് ഒരു റൗണ്ടും കൂടെ കറങ്ങാം. എനിക്ക് അവിടെ എന്തിൻ്റെയോ കണ്ണ് കണ്ടേ. 2 ബ്രൈറ്റ് കണ്ണ് ലൈറ്റ് അടിച്ചപ്പോഴത്തേക്കും അത് ഓടി മാറിയിട്ടുണ്ട് ഇങ്ങോട്ടേക്ക്. കരടി വല്ലതും ആണാവുക. കരടി ഏരിയയിലുള്ളതാണെന്നാണ് ഇവർ പറഞ്ഞത്. രാത്രിയിൽ പ്രത്യേകിച്ച് കാണാറുണ്ടെന്ന് പറഞ്ഞത്. ലക്ഷണം കണ്ടിട്ട് കണ്ണിൻ്റെ ഒരു ഇതെല്ലാം കണ്ടിട്ട് കരടി ആവാൻ സാധ്യതയുണ്ട്. ഉറപ്പില്ല കേട്ടോ. കാരണം ജസ്റ്റ് അറ്റ് ഗ്ലാൻസ് കണ്ടതേ ഉള്ളൂ. നമ്മുടെ ഡിന്നർ ഐറ്റം വന്നിട്ടുണ്ട്. ഇത് നമ്മൾ പോർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറയില്ല, ഇത് പോർക്ക് ഫ്രൈ. അതുപോലെ പൊറോട്ട പറയുമ്പോൾ ശ്രദ്ധിച്ചോളൂ, വലിയ പൊറോട്ടയാണ് ഈ പൊറോട്ട. പിന്നെ ഇത് ചിക്കൻ കറി. ഇത്രയും കേട്ടോ നമ്മളിന്ന് പറഞ്ഞേക്കുന്നത്. നമ്മളേലും നമുക്ക് നേരെ കഴിക്കാം കുഞ്ഞേ. എടുത്തോ. കേട്ടോ കണ്ണ് തിളങ്ങുന്നുണ്ടോ അവിടെ? എന്തിൻ്റെയാണെന്ന് മനസ്സിലാവുന്നില്ല. കണ്ടോ ലൈറ്റിൻ്റെ പോയിൻ്റ് വീഴുന്നിടത്ത് കണ്ണ് തിളങ്ങുന്നുണ്ടോ? അവിടെ കുറച്ച് നേരമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടുന്നെല്ലാം ഇവിടുന്നെല്ലാം സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇവിടെ കുറേ നേരമായിട്ട് കാൽപെരുമാറ്റം കേൾക്കുന്നുണ്ട്. ഞാൻ ആദ്യം കാണിച്ചു തന്നില്ലായിരുന്നോ ഇവിടെ അനക്കം ഉണ്ടെന്ന്? കരടിയാണെന്ന് തോന്നുന്നു. അതിവിടെ ഉണ്ട് കേട്ടോ. കുറച്ച് തിക്കായിട്ടുള്ള കുറ്റിക്കാടാണ്. എന്ന് വെച്ചാൽ കാപ്പിത്തോട്ടം ഒക്കെയാണ്. ഞാൻ കുറേ അടുത്തൊക്കെ പോയി നോക്കി. പക്ഷേ കരടിയാണെങ്കിൽ ഭയങ്കര ഡേഞ്ചർ ആയിരിക്കും. ഒരുപാട് അപ്രോച്ച് ചെയ്യുന്നത് മണ്ടത്തരമാവുന്നുള്ളതുകൊണ്ട് ഒരു സേഫ് ഡിസ്റ്റൻസിൽ നിന്ന് നോക്കിയതല്ലാതെ അടുത്തോട്ട് പോയില്ല. ഓക്കെ, ഞാൻ കുറച്ച് നേരം കൊണ്ട് ലൈറ്റ് അടിച്ച് നോക്കുവാണേ. ഇതിനകത്തൂടെ കാലിൻ്റെ ഒച്ച കേൾക്കാം. എന്നാന്ന് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ കരടിയാവാം, അതല്ലെങ്കിൽ ഈവൻ കേഴയാകാം. കാരണം നമ്മൾ പകൽ ഇതിനകത്ത് കേഴയെ കണ്ടിരുന്നു. പക്ഷേ കേഴ അങ്ങനെ ഇരുട്ടത്ത് ആളുടെ ഒച്ചയും ബഹളവും ലൈറ്റും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നേരെ നോക്കിയിട്ട് സ്ഥലം വിടേണ്ടതാണ്. ഇത് നമ്മൾ പോയി ഡിന്നറൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേ കാട്ടിൽ കുറേ നേരം നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. കണ്ണ് തിളങ്ങുന്നുണ്ട്. അങ്ങ് ദൂരത്തായിട്ട് ഇപ്പോഴും കണ്ണ് തിളങ്ങുന്നത് കാണാം. കാട്ടുപോത്തുകളായിരിക്കും. അടുത്ത് കണ്ടത് എന്താണെങ്കിലും കാട്ടുപോത്തായിരുന്നില്ല കേട്ടോ. കുറച്ചുകൂടി ചെറുതെന്തോ ആണ്.
എന്തായാലും നമുക്ക് തിരിച്ച് നേരെ റൂമിൽ പോകാം. ഡിന്നറൊക്കെ അടിപൊളിയായിരുന്നു, നല്ല ഫുഡായിരുന്നു. പ്രത്യേകിച്ച് പോർക്ക് ഫ്രൈ ഒക്കെ അടിപൊളിയായിരുന്നു. ഇനി ഒരു 10-10:30 ആകുമ്പോഴത്തേക്കും നമുക്ക് മെല്ലെ ഒന്ന് പുറത്ത് വണ്ടിയും കൊണ്ടൊന്ന് പോയി നോക്കാം ഈ എസ്റ്റേറ്റിനകത്തൂടെ. ഉണ്ട് ഒരു മ്ലാവ് കിടക്കുന്നത്, ഒരെണ്ണമല്ല പുറത്തോട്ടൊക്കെ മാറി 2-3 ഉണ്ട്. എനിക്ക് നല്ല ദൂരത്തിലാണ്. എന്നെ സാധനം നോക്കി റോഡിൽ നിൽക്കുന്നത് നല്ല എമ്മണ്ടൊരു കൂത്ത് കേട്ടോ. കാണാൻ വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ലാത്തതിൻ്റെ കാരണം നമ്മൾ ലൈറ്റ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്താട്ടോ അടിച്ചേക്കുന്നത്, പോയിന്റ് ചെയ്ത് അടിച്ച് അതിന് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ കണ്ടില്ലേ റിലാക്സ് ആയിട്ട് ഇങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുന്നത്. അപ്പോൾ ലൈറ്റ് നമ്മൾ പോയിന്റ് ചെയ്ത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ബുദ്ധിമുട്ടാവും. ഇവിടുത്തെ സ്കൈ ഒക്കെ എന്നാ ക്ലിയറാന്ന് നോക്കി, ഇഷ്ടംപോലെ സ്റ്റാർസ് കാണാം കേട്ടോ. നമ്മുടെയൊക്കെ നാട്ടിൽ പ്രത്യേകിച്ച് എറണാകുളത്തൊക്കെ മുകളിലേക്ക് നോക്കി ഒന്നും കാണാനില്ലല്ലോ, ഫുൾ പൊല്യൂഷൻ മാത്രമല്ലേ. നമുക്ക് രാവിലെ എഴുന്നേറ്റ് ഒരു റൗണ്ട് കറങ്ങിയിട്ട് വരാം. ഇതൊക്കെ ഉണ്ടോ നോക്കാം. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. തണുപ്പ് നമുക്ക് ഒരു റൗണ്ട് അടിച്ചിട്ട് തരാം. വെട്ടമൊക്കെ വീണ് വരുമ്പോഴത്തേക്കും വെള്ളമൊക്കെ ഇറങ്ങി വരുമോ നോക്കാം. അവരെല്ലാവരും എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ആരെയും ശല്യപ്പെടുത്താൻ നിന്നിട്ടില്ല, നേരെ എണീറ്റ് പോകുന്നു. അവരെഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ ടൈം ആകുമ്പോഴത്തേക്കും തിരിച്ചു വരാം. നമ്മളിത് കൊച്ചു വെളുപ്പാങ്കാലത്ത് നെല്ലിയാമ്പതിയിലെ തേയിലത്തോട്ടത്തിനിടയ്ക്ക് കൂടെയൊക്കെ കരടിയും പുലിയും തപ്പിപ്പോയിക്കൊണ്ടിരിക്കുകയാണേ. നല്ല തണുപ്പാണ്. ഏതായാലും ഒരു റൗണ്ട് അടിച്ചു വരാം. നോക്കി മരങ്ങൾക്കിടയിൽ കൂടെ ലൈറ്റ് വീഴുന്നേ. ഒരു രക്ഷയില്ല കേട്ടോ. ലൈറ്റ് ഒരു കോടയുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ലൈറ്റ് അടിപൊളിയായിട്ട് വീണ് കിടക്കുന്നു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, രാവിലെ എഴുന്നേറ്റ് പോരണം ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ. കുറച്ച് നേരം കൂടുതൽ ഉറങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യൻ ഉദിച്ചിങ്ങ് കയറി പോരും. ഇനി ഈ കാഴ്ചകളൊന്നും കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് തോട്ടിലൊരു തുത്തുമുണുക്കിയിരിക്കുന്നത് വാക്ടെയിൽ, യെല്ലോ വാക്ടെയിൽ. ആ ശക്തിക്ക് രാവിലെ വിശക്കുന്നുണ്ടെന്ന് തോന്നേ, അതോ വെള്ളം കുടിക്കുകയാണെന്ന് അറിയത്തില്ല. ഏതായാലും തോട്ടിൽ കൂടെ ഇറങ്ങി നടപ്പുണ്ട്. നമുക്ക് ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ്. അവിടെ ലൈറ്റ് വീണ് വരുന്നേ ഉള്ളൂ. അതുപോലെ അത്യാവശ്യം അടഞ്ഞ പ്ലാന്റേഷനുണ്ടോ ഇവിടെ. എന്നാ ഭംഗിയാന്ന് നോക്കിയേ. നമ്മൾ വേഴാമ്പലിനെ തപ്പി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. നമുക്ക് കുറച്ചുകൂടെ പോയി നോക്കാം കേട്ടോ. ഈ വലിയ മരങ്ങളിലൊക്കെ കാണാൻ സാധ്യതയുണ്ട്. ഈ വേഴാമ്പലുകളെ തപ്പി നമ്മളിങ്ങനെ തേയിലത്തോട്ടത്തിലൂടെയും ഇതുപോലെ എസ്റ്റേറ്റിനകത്തൂടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണേ. ഓക്കെ, സൂര്യൻ ഉദിച്ച് വന്നപ്പോഴത്തേക്കും നല്ല രസമില്ലേ. ഭയങ്കര രസമാണ് കേട്ടോ. രാവിലെ ഇതുപോലെ എസ്റ്റേറ്റിനകത്തൂടെ നടക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ബേഡ്സിൻ്റെ സൗണ്ടും അതുപോലെ തേയിലത്തോട്ടത്തിനകത്തൂടെ ലൈറ്റ് വീഴുന്ന കാഴ്ചകളും ഒക്കെ കണ്ട് വേഴാമ്പലിനെയും വേറെ മൃഗങ്ങളെയൊക്കെ തപ്പി നടക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ തണുപ്പൊന്നും വക വെക്കാതെ രാവിലെ ഇറങ്ങിയാലും നമുക്കിതൊക്കെ കാണാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ മുന്നേ പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ തണുപ്പൊക്കെ മാറി ചെറിയ വെയിലൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ എന്നാലും നല്ല രസമാണ് കേട്ടോ ഈ ഒരു ചെറിയ ഇളം വെയിലത്ത് ഇങ്ങനെ ഇതിനകത്തൂടെ നടക്കാൻ. നമുക്ക് ചുറ്റും ബേഡ്സിൻ്റെ സൗണ്ടാണ്. താഴെ അതിനകത്തൂടെ ലൈറ്റ് വീണ് കിടക്കുന്ന നോക്കി എന്നാ രസം. നോക്കി വേഴാമ്പലിൻ്റെ നെസ്റ്റിംഗ് ആണേ. അതിനകത്ത് പെൺവേഴാമ്പൽ ഓൾറെഡി ആ പൊത്തിനകത്തുണ്ട്. അതിൻ്റെ വക്കൊക്കെ മണ്ണും കൊണ്ട് അടയ്ക്കുന്നുണ്ടോ. അതങ്ങനെ അടച്ച് ശരിക്കും ഒരു കൊക്ക് മാത്രം പുറത്തേക്ക് വെക്കാവുന്ന രീതിയിൽ അത് അടയ്ക്കും. ഇതുണ്ടല്ലേ ആൺവേഴാമ്പൽ കൊണ്ടുപോയി തീറ്റ കൊടുക്കുന്നത്. ഇത് നമ്മൾ ഇഷ്ടംപോലെ വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇതിങ്ങനെ കൂട്ടിലിരിക്കുന്ന പെൺവേഴാമ്പലിന് കൊണ്ടുപോയി തീറ്റ കൊടുത്തുകൊണ്ടിരിക്കും കേട്ടോ.
അപ്പം കുഞ്ഞുണ്ടാകുന്നവരെ, മുട്ടയിട്ട് കുഞ്ഞുണ്ടാകുന്നവരെ ഇനിയിപ്പോൾ ഈ പെൺവേഴാമ്പൽ ഇതിനകത്തും ആൺവേഴാമ്പൽ ഇതിൻ്റെ പുറത്ത് ചുറ്റുവട്ടത്തൊക്കെ ആയിട്ടുണ്ടാവും. ഇതുപോലെ തീറ്റ എടുത്തുകൊണ്ട് കൊടുക്കാനൊക്കെ ആയിട്ട്. നെല്ലിയാമ്പതിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഴാമ്പലുകളെ കാണാതെ പോകേണ്ടി വരാറില്ല കേട്ടോ. കാരണം നെല്ലിയാമ്പതിയിൽ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് എത്ര കണ്ടാലും മതി വരാത്ത ഒരു കാഴ്ചയും കൂടെ കേട്ടോ ഈ വേഴാമ്പലുകളെ നോക്കിയിരിക്കുന്നത്. ആനയൊക്കെ കാണുന്ന പോലെയാണ്. പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ, ബേർഡേഴ്സിൻ്റെ ഒക്കെ ഒരു ഇഷ്ട സാധനം കൂടെ കേട്ടോ ഈ വേഴാമ്പൽ. അവർ വന്ന് വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട്. ഇത് നമ്മൾ വേഴാമ്പലിനെ തപ്പി നടക്കുന്നതിനിടയ്ക്ക് വഴിയിൽ വെച്ച് കണ്ടാണ് കേട്ടോ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിനെ. ഇത് ഇവരെയൊക്കെ മുന്നത്തെ ഏതെങ്കിലുമൊക്കെ വീഡിയോസിലായിട്ട് കണ്ടിട്ടുണ്ടാവും. ആകാശും അശ്വിനും അനീഷും പിന്നെ ഈ ചേട്ടനും ധനിലും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇവർ വേഴാമ്പലിനെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കിട്ടിയോ? നല്ല സാധനം, അടിപൊളി പടം കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് പോയതാണ്. ഒരു റൗണ്ടൊക്കെ കറങ്ങി തിരിച്ച് വന്നപ്പോഴത്തേക്കും 10-10 ആയി കേട്ടോ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ചെക്കൗട്ട് ചെയ്യണം. ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടേ. നമുക്കൊരു മലയണ്ണാൻ ഇരുന്ന് ഉറങ്ങുന്നേ. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ്. അതുപോലെ ആ കമ്പനി മറിഞ്ഞ കേട്ടോ ഇരിക്കുന്നത്. കണ്ടോ ആശാൻ ഇരിക്കുന്ന സ്ഥലം കണ്ടോ. ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടേ. ഏതാണ്ടൊക്കെ ഉണ്ട്. ഇഡ്ഡലി, വട, ദോശ, പിന്നെ അതുപോലെ പൂരി, സാമ്പാർ, ചട്നി, ചായ വരുന്നതുള്ളേ. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. കഴിച്ചിട്ട് നമുക്ക് നേരെ ചെക്കൗട്ട് ചെയ്ത് നെല്ലിയാമ്പതിയൊക്കെ ഒന്ന് കറങ്ങി പോകാം. ഇത് ഇവരുടെ പ്രോപ്പർട്ടിയുടെ പുറകിലായിട്ടുണ്ട് ഒരു വലിയ വാട്ടർ ബോഡി ഉണ്ട്. ഇതൊന്ന് വേനൽക്കാലത്തൊക്കെ ആനിമൽസ് വരാൻ നല്ല സാധ്യതയുള്ള സ്ഥലമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സ്റ്റേ കേട്ടോ. ഒരു ലക്ഷറി സ്റ്റേ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇവിടെ. ഇതാണ് കേട്ടോ ആർച്ച് ഹൗസ് 1. അതുപോലെ തന്നെ അപ്പുറത്ത് വേറെയുണ്ട്. ഇവിടെ പ്രത്യേകമായിട്ട് പൂളുണ്ട്. ഇത് കുറച്ചുകൂടെയും ലക്ഷറി ഓപ്ഷനാണ് നമ്മൾ താമസിച്ചതിനെക്കാട്ടിലും. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ ആർച്ച് ഹൗസിനകത്തുള്ള പ്രൈവറ്റ് പൂളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ 2 റൂം കൂടെ ബുക്ക് ചെയ്താണെങ്കിൽ നിങ്ങൾക്കൊരു പ്രൈവറ്റ് പൂൾ പോലെ തന്നെ ഇത് കിട്ടും. അതല്ലെങ്കിൽ ഈ നമുക്കിവിടെ മൊത്തം 2 റൂമാണുള്ളത്. അപ്പോൾ 2 റൂമിലും കൂടിയാണ് കേട്ടോ ഈ പൂള്. നോക്കിയാൽ അടിപൊളി ഒരു ഇൻഫിനിറ്റി പൂൾ പോലത്തെ ഒരു സെറ്റപ്പ്. അപ്പുറത്ത് ആനിമൽസൊക്കെ വന്നാൽ അതിനെ കണ്ടുകൊണ്ട് ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ ചാടാം. ഇത് ഇന്നലെ രാത്രിയിൽ നമ്മുടെ സ്റ്റേയുടെ തൊട്ട് ഫ്രണ്ടിൽ ഈ കാണുന്ന നമ്മൾ ഇന്നലെ ഇതിനെയൊക്കെ കണ്ടില്ലായിരുന്നോ, നമ്മുടെ കേഴനെയൊക്കെ. ഈ ഭാഗത്തായിട്ട് ഭയങ്കര സൗണ്ട് കേട്ടു. ശരിക്കും ഒരു ഗ്രൗളിങ് സൗണ്ടും കേട്ടു കേട്ടോ. അപ്പോഴേ ഞാൻ വിചാരിച്ചു ലെപ്പേർഡ് അല്ലെങ്കിൽ ടൈഗർ ആയിരിക്കുന്നു. കാരണം ഏരിയയിൽ ടൈഗർ ഉണ്ടെന്ന് ഈ ചേട്ടൻ മുന്നേ പറഞ്ഞായിരുന്നു. ഞാനപ്പോൾ അന്നേരം ജിനോട് പറയുകയും ചെയ്തു മിക്കവാറും ടൈഗർ ആയിരിക്കുന്നു. അതുപോലത്തെ ഒരു ഗ്രൗളിംഗ് ആണ് കേട്ടത്. ഇപ്പോൾ രാവിലെ ഇവിടുത്തെ ചേട്ടനാണ് ആ ഷോക്കിംഗ് ന്യൂസ് പറഞ്ഞത്. ഇന്ന് വെളുപ്പിന് അപ്പർ സൈഡ് റൈറ്റ് സൈഡിൽ ആ വന്യയുടെ ഭാഗത്തോട്ട് അവിടുത്തെ സ്റ്റാഫ് ടൈഗറിനെ കണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടത് മീൻസ് അവിടുന്ന് ഒച്ചയനക്കവും കേട്ടു, നല്ല ഗ്രൗളിംഗ് സൗണ്ടും കേട്ടു. അത് ടൈഗറിൻ്റെ ആയിരുന്നു കേട്ടോ, ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ. അപ്പോൾ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് അല്ലായിരുന്നു ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇഷ്ടംപോലെ പോത്തുകളൊക്കെ വരുന്നത്. ഇന്നലെ അതിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടായിരുന്നു. രാവിലെ അവർ കാണുകയും ചെയ്തു. ഇതാ ഇത്രയും അടുത്ത്, ഒരു ഫെൻസിങ് പോലും ഇല്ല കേട്ടോ. അത്രയ്ക്കും വൈൽഡ് ഒരു സെറ്റപ്പാണിത്. ഇത് ഏതാണ്ട് ഈ ഭാഗത്താട്ടോ ഇന്നലെ രാത്രിയിൽ ഞാൻ ആ സൗണ്ട് കേട്ടെന്ന് പറഞ്ഞേ. ആദ്യം എന്തിനെ പിടിച്ച പോലെ ഒരു സൗണ്ട്, ഭയങ്കര സൗണ്ടും ഭയങ്കര ബഹളം ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ ഫുള്ള് ലൈറ്റ് അടിച്ച് നോക്കി, ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഫുള്ള് കണ്ടില്ലേ കാപ്പിത്തോട്ടമാണല്ലോ. അതുകൊണ്ട് അങ്ങ് താഴെ ആ മരത്തിൻ്റെ മുകളിൽ മലയണ്ണാൻ കിടക്കുന്നുണ്ടോ, ഡ്രസ്സില്ല കാണാൻ. നമ്മൾ താഴെ അതിനടുത്തുനിന്ന് കണ്ടില്ലേ, അത് തന്നെയാണത്. മുകളിലോട്ട് കയറി വന്നപ്പോൾ കണ്ടതാട്ടോ. ഇന്നലെ ഇവിടെയൊക്കെ ഭയങ്കര ഒച്ചയും ബഹളമല്ലായിരുന്നു. വല്ലോ എന്തെങ്കിലും പ്രസൻസ് അറിയാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ കയറി വന്ന. അപ്പോൾ ഞാൻ ഈ സ്റ്റേയെ പറ്റിയൊക്കെ പറയുമ്പോൾ കിടിലുവാന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചില ആൾക്കാർ വന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയാം. അപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ചാണ്. എൻ്റെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നല്ല പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന നല്ല ആംബിയൻസ് ഉള്ള എന്നാൽ ഫാമിലിയൊക്കെ ആയിട്ട് കുഴപ്പമില്ലാതെ താമസിക്കാൻ പറ്റുന്ന. എൻ്റെ ഫാമിലി നല്ല അഡ്ജസ്റ്റിംഗ് ഒക്കെയാണ് കേട്ടോ. എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല, അങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങൾ. ഇവിടെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ സ്റ്റിൽ. അപ്പം അങ്ങനെ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സ്ഥലത്തിൻ്റെ ഒരു ആംബിയൻസ് എല്ലാം കൂടെ വെച്ചിട്ടാണ് ഞാനൊരു സ്റ്റേ നല്ലത് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതൊക്കെ ഉള്ളതാണ്. ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. ഞാൻ കാശ് കൊടുത്ത് ബുക്ക് ചെയ്തതാണ്. ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഞാൻ തപ്പിയെടുത്ത് ബുക്ക് ചെയ്യാറുമുണ്ട് കേട്ടോ. അപ്പം ചെയ്യുന്നതൊക്കെ പെയ്ഡ് പ്രൊമോഷനാണെന്ന് തെറ്റിദ്ധരിച്ചേക്കരുത്.
ഇത് നമ്മളപ്പം ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. അപ്പോൾ ഇവിടുത്തെ റൂമിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. 12,000 മുതൽ താഴേക്ക് 3,500 രൂപ വരെയുള്ള റൂമുകളുണ്ട്. നമ്മൾ താമസിച്ച റൂം ഒരു ഡീസൻറ്റ് റൂമാണ്. 6,000 രൂപ പൂളൊക്കെ ഉണ്ട്. അതുപോലെ 3,500 രൂപയാണ് നിങ്ങളൊരു സ്റ്റേ മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, സ്റ്റേ ഈ ആംബിയൻസ് എൻജോയ് ചെയ്യാൻ ഫുഡൊക്കെ ആണെങ്കിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ 3,500 രൂപയുടെ റൂം മതി. അല്ല കുറച്ച് ഫാമിലിയൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ മിനിമം 6,000 രൂപയുടെ റൂം, അല്ലെങ്കിൽ 12,000 രൂപയുടെ മറ്റേ സ്വിമ്മിംഗ് പൂൾ, ആർച്ച് വില്ല, ആ സാധനം എടുക്കണം. അത് അടിപൊളിയാണ് കേട്ടോ. അത് കുറച്ച് ലക്ഷറി ഓപ്ഷനാണ്. അപ്പം അത്രയും ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവരുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അല്ല, ഇവരുടെ കോൺടാക്ട് നമ്പർ. അപ്പം ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. നോക്കിയാൽ താഴെ പുഴയുടെ സൈഡിൽ നിൽക്കുന്ന ഒരു മരത്തെ നിറച്ചും കരിങ്കുരങ്ങിരിക്കുന്നത്. ഓ, നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും മരത്തെ പൂത്തിരിക്കുന്ന പോലെ തന്നെയുണ്ട്. താഴെ കൂടെ നോക്കി അങ്ങ് താഴെ കൂടെ തോട് ഒഴുകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ നെല്ലിയാമ്പതി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയുടെ കമൻറ്റിലിടുക. നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയ ചാനലുകളുടെയും വാട്സപ്പ് ചാനൽ അടക്കമുള്ള അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിൻ്റെ ഇൻസ്റ്റയുടെ ഒക്കെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.